ആറാട്ടുപുഴ പൂരം എന്ന ആഗോള പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമേള, ഈ ദേവമേള, ഈ ഒരു നദിയുടെ പേരിലൂടെയാണ് സുപ്രസിദ്ധമായി തീർന്നിട്ടുള്ളത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇവിടെ ഒരു കാലത്ത് 108 ദേവീദേവന്മാർ ആറാടിയിരുന്നുകയും അതോടൊപ്പം തന്നെ ആ 10,000-കണക്കിന് ജനങ്ങൾ ഭക്തിപൂർവം ആറാട്ടുകൾ നടത്തുകയും പോന്നിരുന്നതായ ഒരു നദിയാണ് ആറാട്ടുപുഴ നദി. ദേവന്മാരും ജനങ്ങളും ഒന്നിച്ച് ആറാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആറാടുവാനുള്ള ഒരു നദി എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ ആറാട്ടുപുഴ എന്ന് പറയുന്നു. ഈ നദിയുടെ പേരിനോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്തിനും ആ പേര് ലഭിച്ചിട്ടുള്ളത്. സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ ഉണ്ടായതായ പേരും അതുപോലെ തന്നെ ഉത്സവവും ആറാട്ടും പൂരവും എല്ലാം ഈ പേരിനെ പരിപോഷിപ്പിക്കത്തക്ക വിധത്തിൽ തന്നെയായിരുന്നു. ഈ നദി സഹ്യപർവ്വതത്തിന്റെ തെക്കുഭാഗത്ത് നിന്ന് കുറുമാലി എന്ന പേരിലും അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് നിന്ന് മണലി എന്ന പേരിലും ഒഴുകി വന്ന് പാലക്കടവ് എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്ത് സംഗമിക്കുന്നു. ഈ പാലക്കടവ് ആറാട്ടുപുഴ ശാസ്താക്ഷേത്രത്തിന്റെ 2 കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ്. അവിടെ സംഗമിച്ച് ആദ്യം പടിഞ്ഞാറോട്ടും പിന്നെ തെക്കോട്ടും വീണ്ടും പടിഞ്ഞാറോട്ടുമായി ഒഴുകി തൃപ്രയാർ ക്ഷേത്രത്തിന്റെ നടുവിൽ കൂടി നടയിൽ കൂടി ഒഴുകി പോയി സമുദ്രത്തിൽ ലയിക്കുന്ന ഒരു നദിയാണ് ഇത്. ഈ നദിക്ക് ഇതിന്റെ പ്രത്യേകമായി ഒഴുകിപ്പോരുന്ന ഒരു സ്ഥലത്തിന്റെ പേരിനോടനുബന്ധിച്ച് നന്ദിയാർ എന്നും തൃപ്രയാർ തേവരുടെ സാക്ഷാൽ ശ്രീ വൈകുണ്ഠനാഥന്റെ പാദം കഴുകുവാനുള്ള തീവ്രതയോടുകൂടി പോകുന്ന നദിയായത് കാരണത്താൽ തീവ്ര നദിയെന്നും ഇതിന് പേര് ലഭിക്കുകയുണ്ടായി. ഈ നദിയുടെ തീരങ്ങളിൽ തന്നെയാണ് ആറാട്ടുപുഴ ശാസ്താക്ഷേത്രവും അതുപോലെ തന്നെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും തൃപ്രയാർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയായി എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒന്നാണ്. ഈ ക്ഷേത്രം ലോകത്തിലെ പുണ്യനദികളിൽ തന്നെ എന്തുകൊണ്ടും പ്രാധാന്യമുള്ളതും തീർത്ഥ നദി ആണ് എന്നുള്ളതും നിസ്സംശയം പറയാം. കാരണം ഒരു കാലത്ത് 108 ദേവീദേവന്മാർ ആറാടിയിരുന്നു. അതിനുശേഷം ഇപ്പോഴും 24 ദേവീദേവന്മാരുടെ പൂരം കഴിഞ്ഞ് ദേവിമാരും തൃപ്രയാർ ദേവരും ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു പൂരമാണ്. നിരവധി ആറാട്ടുകൾ ഇവിടെ നടക്കുന്നു. ഈ പുണ്യനദിയിൽ പ്രധാനപ്പെട്ട പല പുണ്യ കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടി ജനങ്ങൾ വരുന്നു. പിതൃതർപ്പണത്തിനും വേണ്ടി വാവ് സമയങ്ങളിൽ ദിവസങ്ങളിൽ ഇവിടെ വന്ന് പോകുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള പുണ്യകർമ്മങ്ങളുടെ നദിയായി ഇത് പരിലസിക്കുന്നു. അതാണ് സുപ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന പൂരത്തിന്റെ പേരിൽ വിശ്വപ്രസിദ്ധമായി കൊണ്ടിരിക്കുന്നതായ ആറാട്ടുപുഴ എന്ന നദിയും പ്രദേശവും എന്ന് ചുരുക്കത്തിൽ പറയാം. ഇതിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ആറാട്ടുപുഴ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ തെക്കുവശത്തു കൂടിയാണ് ഈ നദി ഒഴുകിപ്പോകുന്നത്. ഇവിടെയാണ് മണ്ടാരക്കടവ് അല്ലെങ്കിൽ മന്ദാരക്കടവ് എന്ന് പറയുന്ന കടവ്, സുപ്രസിദ്ധമായ കടവ്. അവിടെയാണ് ഇവിടുത്തെ ആറാട്ടുകൾ നടക്കുന്നത്.